പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൊട്ടടുത്താണ് ചാത്യാത്ത് പള്ളി, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ പള്ളിയാണ്. അവിടെ ഒരമ്മ ഇങ്ങനെ കണ്ണുനീരോടുകൂടെ, ഭാരം നിറഞ്ഞ ഹൃദയത്തോടുകൂടെ, എന്നാൽ സ്വർഗത്തിലെ ഉറപ്പോടുകൂടെ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. എത്ര കാലങ്ങൾക്ക് മുൻപാണ്, 12 വർഷം അതിനു മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. അച്ഛാ, ഈ ഉത്തരി അച്ഛനൊന്ന് വെഞ്ചരിച്ചായോ? ഇത് പഴകി പൊട്ടിപ്പോകുന്നതിന് മുൻപ് എൻ്റെ മകൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എൻ്റെ മകൻ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് തിരിച്ചു വന്നിരിക്കും. ഇത് പഴകി പൊട്ടിപ്പോകുന്നതിന് മുൻപ് എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കും. ആകെ കൈവിട്ടു പോയ കൊച്ചുമകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നൊരു അമ്മയാണത്. നമുക്കൊന്നും പറഞ്ഞാശ്വസിപ്പിക്കാനില്ലാത്ത വിധത്തിൽ അത്രയും അകന്നു പോയ, അത്രയും ജീവിതം കൈവിട്ട കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറിയ ചെറുപ്പം പയ്യൻ. നമുക്കൊന്നും പറയാനില്ല നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞ കാര്യമാണ്, അച്ഛൻ ഈ ഒത്തിരി ഒന്ന് വെഞ്ചരിച്ചായോ? വേറൊന്നും വേണ്ട, ഇത് പഴകി പൊട്ടിപ്പോകുന്നതിന് മുൻപ് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കും. ഒരു ഉത്തരീയം പഴകി പൊട്ടിപ്പോകാൻ എത്ര കാലം എടുക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വർഷം തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അവൻ്റെ മാറ്റം, അവൻ്റെ തിരിച്ചുവരവ്. തൻ്റെ മക്കളിൽ ഒരാളെപ്പോലും നരകത്തിന് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു അമ്മയുടെ സ്നേഹശാഠ്യത്തിൻ്റെ അടയാളമാണ് ഈ കർമ്മലോത്തരീയം. ഇന്ന് ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ നമ്മുടെ കഴുത്തിലണിയാനായി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് വഴിയായി ലോകത്തിന് മുഴുവൻ കൊടുത്ത ഏറ്റവും വലിയ സംരക്ഷണ കവചത്തിൻ്റെ ഓർമ്മ ഇതിട്ട് ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവരൊരാളും നരകത്തിലേക്ക് പോവുകയില്ല. തൻ്റെ മക്കളിൽ ഒരാളെപ്പോലും നരകത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്നൊരമ്മ ശപഥം ചെയ്ത് ഉറപ്പിച്ചതിൻ്റെ അടയാളമാണിത്. എത്ര പേരുടെ കഴുത്തിലുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്നേഹപൂർവ്വമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. കൊന്ത കഴുത്തിലണിയാനുള്ളതല്ല, കയ്യിൽ പിടിക്കാനുള്ളതാ. കഴുത്തിലണിയാനുള്ളത് ഉത്തരീയമാണ്. ഒരു കാലത്ത് ഈ ലത്തീൻ കത്തോലിക്കരാണെന്ന് മറ്റ് ക്രൈസ്തവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞിരുന്നത് ഈ കർമ്മലോത്തരീയം നമ്മൾ ധരിച്ചിരുന്നത് കൊണ്ട്. നമ്മുടെയൊക്കെ കാരണവന്മാരുടെയൊക്കെ വസ്ത്രത്തിന് മുകളിലായിട്ട് അവരിട്ടിരുന്ന കാര്യം അത്. കഴുത്തിനണിയാനുള്ളത് കർമ്മലോത്തരീയമാണ്. കൊന്ത കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ്. ഇപ്പം ഇങ്ങനെ കഴുത്തിൽ ഉത്തരീയവുമില്ല, ഉള്ള കൊന്തയാണെങ്കിൽ കഴുത്തിലിട്ടിട്ട് ഊരാനും പറ്റില്ല, ഊരയുമില്ല. പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള ആയുധങ്ങളാണ് തൻ്റെ മക്കളെ രക്ഷിക്കാനായിട്ട് പരിശുദ്ധ ജപമാലയും കർമ്മലോത്തരീയവും. ഉത്തരീയത്തിൻ്റെ ഓർമ്മയൊക്കെ മറഞ്ഞുപോയ എത്രയോ മനുഷ്യരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കണേ. ഇവിടെ ഇപ്പോഴത്തെ മക്കൾക്കൊരു പിടുത്തം പോലും ഇല്ല. ഇരുന്നിരുന്ന കഴിഞ്ഞ ഇടവകയിലെ ഏറ്റവും വലിയൊരു സന്തോഷം അതായിരുന്നു. ഒരു തവണ പൊട്ടിയാൽ മക്കളടക്കം ഓടി വരും, അച്ഛാ വെന്തിഞ്ഞ വേണം. പൊട്ടിക്കഴിഞ്ഞ ഉടനെ വരാണ്. കാരണവന്മാരായിട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ പകർന്നു കിട്ടിയ ഒരു സുഹൃതമാണ് അവർക്കത്. അതങ്ങനെ ഒരു നാടിന് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലല്ലോ. കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും ഇന്നത്തെ ദിവസം ഈ കർമ്മലോത്തരീയത്തിനെ കുറിച്ച് പറയണം. കയ്യിൽ കുറച്ച് വാങ്ങിച്ചു വെക്കുക, അങ്ങനെ കൊടുക്കുക. മക്കൾക്കൊക്കെ കഴുത്തിലിട്ട് കൊടുക്കുക. കുളിക്കുമ്പോൾ പോലും മാറണമെന്നില്ല, പൊട്ടിപ്പോട്ടെ, അടുത്ത ദിവസം അച്ഛനോട് എന്ന് ചോദിക്കുക. എല്ലാ പള്ളിയിലെ അച്ഛന്മാരുടെ കയ്യിലുണ്ടാവും. ഇത് അങ്ങനെ ഒരു തിരുനാളാണ്. വെറുതെ ഇങ്ങനെ കർമ്മല മാതാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ഓർത്തു മാത്രം പോകുന്നൊരു തിരുനാളാവാം. ഇങ്ങനെ സംരക്ഷണത്തിനായിട്ട് ഈ ഉത്തരീയൊക്കെ കഴുത്തിൽ അണിഞ്ഞു തുടങ്ങുന്ന, ഇനി ഒരിക്കലും ഇത് വിട്ട് ജീവിക്കില്ല എന്ന് തീരുമാനമെടുക്കുന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു തിരുനാളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞല്ലോ, നരകത്തിലേക്ക് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ, വിട്ടുകൊടുക്കാത്ത വിധത്തിൽ അമ്മ ഇങ്ങനെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. കുരിശുമായി പോകുന്ന ക്രിസ്തുവിൻ്റെ ചുറ്റും നിന്ന് പിശാചിനെതിരെ പോരാടുന്ന പരിശുദ്ധ അമ്മയെ ഒന്ന് ആലോചിച്ച് നോക്കി. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. നീയും സ്ത്രീയും തമ്മിലും. പിശാചുമായിട്ട് ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ മാതാവാ. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ മാതാവാ. അമ്മ നമ്മളെ നരകത്തിലേക്ക് പോകാൻ
ആഗ്രഹിക്കുന്നില്ല, അതിനനുവദിക്കാത്ത വിധത്തിൽ, സാത്താൻ കൊണ്ടുപോകാത്ത വിധത്തിൽ തൻ്റെ മക്കളെ പൊതിഞ്ഞു പിടിക്കുന്ന തൻ്റെ വസ്ത്രാഞ്ചലത്തിൻ്റെ പേരാണ് ഉത്തരീയം. ഇനിയും അത് ധരിക്കാതെ മുന്നോട്ട് പോകുന്നത് മണ്ടത്തരമെന്നല്ലാതെ മറ്റെന്താ പറയണേ? നരകത്തിലോട്ട് ഞങ്ങൾ പൊക്കോളാമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമല്ലേ അത്? ഇന്ന് മുതൽ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്നവരുടെയൊക്കെയെങ്കിലും കഴുത്തിൽ കർമ്മലോത്തരീയം ഉണ്ടാവട്ടെ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥന. അതിൻ്റെ ഉറപ്പ് വാഗ്ദാനം ഒരുപാടുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണത്, നരകത്തിൽ പോവില്ല. ഇതിട്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ നരകത്തിൽ പോവില്ല. അത് തന്നെ എത്ര വലിയ ഉറപ്പാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നാണെങ്കിൽ പോലും സ്വർഗത്തിലെത്തിച്ചേരുമെന്നുള്ള ഉറപ്പാണത്. സ്വന്തം ഒരമ്മ തൻ്റെ മക്കളെ പൊതിഞ്ഞു പിടിക്കുമെന്നുള്ളതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഓർമ്മയാണത്. ഈ അമ്മയുടെ മക്കളായി ജീവിക്കാൻ, നരകത്തോട് എതിർത്ത് തോൽപ്പിക്കാനും മാത്രം കരുത്തുള്ളവരായി മാറാൻ, ഈ പിശാചിനോടുള്ള യുദ്ധത്തില് പരിഭ്രാന്തിയില്ലാതെ നിലകൊള്ളാനൊക്കെ ഈ തിരുനാൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആശംസകൾ നൽകിക്കൊണ്ട് ഈശോയുടെ അനുഗ്രഹം അമ്മയിലൂടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അവിടുത്തെ പോലെ പരിശുദ്ധ മാതാവിൻ്റെ വിശ്വസ്തരായ മക്കളായി, സാത്താനെതിരെ പോരാടുന്ന മക്കളായി ജീവിക്കാൻ ഞങ്ങളെ അമ്മ വഴി ബലപ്പെടുത്തണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,